ഹലോ ഗായ്സ്, അടുത്ത വീഡിയോയിലോട്ട് വെൽക്കം. അപ്പം ഇനി ഇന്ന് നേരെ വല്ലേറ്റിലോട്ട് പോണേ. അപ്പോൾ ഒരാഴ്ചയായിട്ട് വർക്കിനൊക്കെ പോയി നടക്കുകയാണ്. അപ്പം ഇന്ന് സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫാണ്. അപ്പം ഇന്നെന്തായാലും നൈസായിട്ട് ഔട്ടിങ് ഇറങ്ങാമെന്ന് ഓർത്ത്. അപ്പം ഇന്ന് എന്തായാലും വല്ലേറ്റിലോട്ട് വന്ന് ഓർത്തിരിക്കണേന് ബസ് നോക്കിക്കണേണ്. ഇപ്പം ബസ് വന്നു കഴിഞ്ഞാൽ നേരെ കഴിഞ്ഞപ്പോൾ ബസ് കയറി നേരെ വല്ലേറ്റിലോട്ട് ഇറങ്ങണം. പിന്നെ നമുക്ക് ബാക്കി വിഷ്വൽസൊക്കെ അവിടെ വെച്ചാളാം. മച്ചന്മാരെ അപ്പം നമുക്ക് ബസ് കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ ബസ്സിൽ പിന്നെ നേരെ അങ്ങോട്ട് പോകണേ. പിന്നെയെന്ന് വെച്ചാൽ നമുക്കില്ലേ ഇവിടെ കാർഡ് കിട്ടും, എലിഹ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ അപ്ലൈ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ കാർഡ് കിട്ടി കഴിയുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഫ്രീയാണ് ബസ്സിന് സർവീസൊക്കെ. അത് എല്ലായിടത്തും ഫ്രീ ആയിട്ട് തന്നെ പോവുക. മച്ചന്മാരെ അപ്പം നമ്മൾ വല്ലേറ്റ് എത്തിയിട്ടാ. നമ്മളത് ബസ്സിന് വന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ വല്ലേറ്റ് എത്തി. ഇപ്പോൾ ഇവിടുന്ന് മെയിൻ ഗേറ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ജെയിൻ്റെ മതലാണ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ അതാണ് വല്ലേറ്റുള്ള മെയിൻ ഗേറ്റ്. പിന്നെ അതിൽ നിന്ന് നേരെ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് നേരെ നമുക്ക് കയറാം. എന്താണ് എങ്ങനെയുണ്ട് ചേട്ടാ സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ? ഇപ്പോൾ ഏത് അവിടം വരെ പോകണം. ആ ഗേറ്റിൽ നിന്നാണ് നമ്മൾ കയറാനുള്ളത്. അതോട്ട് വൈബാണ്. വെറുതെ എല്ലാ ടൂറിസ്റ്റും ഇപ്പോഴേക്കും ഇവിടെ തന്നെ ഇത്രയും പേരുണ്ട്. ഇനിയിപ്പോൾ സമ്മറായി കഴിയുമ്പോഴേക്കും ഭയങ്കര ആളായിരിക്കും. വിഞ്ചനൊക്കെ തന്നെ ഉണ്ടോ? വേറെ മുള്ളിക്കണ ഇവിടെയൊക്കെടാ. ഇവിടെ ഇരിക്കാന്നാ. വാ നമുക്ക് കഴിഞ്ഞിട്ട് വരാം അങ്ങോട്ട് പോയിട്ട്. നമ്മ ഇപ്പം മെയിൻ ഗേറ്റ് എത്തിയിട്ട് കൊടുത്താ ദേടാ. അവിടെ ഒരു സ്കേറ്റിംഗ് ബോർഡൊക്കെ സ്കേറ്റിംഗ് ഷൂസൊക്കെ വെച്ചിട്ട് നൈസായിട്ട് ഇവിടുത്തെ ട്രാക്ക് പിടിക്കുകയാണ്. ഇലക്ട്രിക് ഗിറ്റാർ, നമ്മുടെ വേവ് സാധനം മൂടാണ്. ഇവിടെ കണ്ട ഈ ഗേറ്റിന് മുമ്പിൽ തന്നെ നമുക്ക് കയറണവും വേണ്ടത് ശ്രദ്ധിച്ചേച്ച്. ഇതുണ്ടോ, നല്ല ജിമിട്ട സാധനങ്ങളാണ് ഇവിടെ. നേരത്തെ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും പുരാതനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോരോ എന്താണ് ഇതിനെ പറയണത്, ഇതിനൊക്കെ എന്താ പറയണത് അമ്മ? ഈ ഗ്രേറ്റ് വാളും പൗരാണികം ആയിട്ടുള്ള ഓരോരോ സെറ്റപ്പുകളാണ് ഇതൊക്കെ. കൊള്ള ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഒക്കെ ജെയിൻ്റെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ നേരെ അകത്തോട്ട് കയറാം. ഇപ്പൊ നമ്മളിപ്പോ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഇതൊക്കെ പുതിയ ബിൽഡിങ്സ് ആണ്. ഇവരെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ ബിൽഡിങ്സ് ഒക്കെ. വെറൈറ്റി ആണ്. ഇവിടുത്തെ ജനലൊക്കെ കണ്ട എല്ലാ ബിൽഡിങ്സിന്റെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ തള്ളിക്കാം. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഇരിക്കും. നൈസല്ലേ? എപ്പോഴും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ആയിക്കോളാം വല്ലയിട്ടേലും. ഇപ്പൊ നമുക്ക് വീണ്ടും അകത്തോട്ട് പോവാം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ പയ്യെ ഇങ്ങനെ അകത്തോട്ട് കയറി അകത്തെ വിഷ്വൽസൊക്കെ ഇനി പിടിക്കാനായി സാർ. പക്ഷെ ഇവിടെയൊക്കെ രാത്രി ഉണ്ടാവും ശരിക്കും അടിപൊളി. രാത്രി ആകുമ്പോഴേക്കും അവിടെയൊക്കെ മൊത്തം ലൈറ്റ് വന്ന് ഞാൻ കാണിച്ചു തരുന്നില്ല. രാത്രി ആകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ വിൻഡോസ് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റിയാണ്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിനും ഇതേപോലത്തെ വിൻഡോസ് ആയിരിക്കും. മൊത്തം പച്ച കളറുള്ള പല കളറായിരിക്കും. നൈസ് വ്യൂ ആണൊക്കെ. ഇതൊക്കെ ഇവരുടെ ഇറ്റാലിയൻ ഡിസൈനായിട്ട് തോന്നണത്. അങ്ങനത്തെ എന്തോ മൂടായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സമ്മറായി കഴിയുമ്പോഴേക്കും ഇവിടെ സീസൺ ആവും. അപ്പോഴേക്കും ഇവിടെ മൊത്തം തിരക്കായി. ഫുള്ള് ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്രൗഡായിരിക്കും. ഇപ്പോഴേ അത്യാവശ്യം തിരക്കുണ്ട്, തിരക്കില്ലായില്ല. എന്നാലും ഇപ്പോഴേ അത്യാവശ്യം തിരക്കുണ്ട്. ഞാനില്ലേ ഈ സ്ഥലം തന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നൈറ്റ് ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വന്ന് അടിപൊളി മൂടായിരിക്കും മൊത്തത്തിൽ. നൈറ്റ് ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കയറി വന്നപ്പോഴേക്കും ഇവിടെ ഫുള്ള് ഷോപ്സാണ്. എല്ലായിടത്തും ഷോപ്സാണ് ഇവിടെ. പിന്നെ ഈ വല്ലേറ്റ എന്ന് പറഞ്ഞാൽ മാൾട്ടയുടെ ക്യാപിറ്റലാണ് കേട്ടോ, ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ മൊത്തം സൈഡ് എല്ലായിടത്തും ഷോപ്സാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കാണാം, ബാക്കി കാഴ്ചകൾ കാണാം. എന്തായാലും എനിക്ക് തോന്നണേ ഇതിൻ്റെ എൻഡിൽ ബീച്ചാന്ന് തോന്നണേ. എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് കാണിക്കാം. ഇവിടുത്തെ ക്രൗഡ് നോക്കി ഇന്നത്തെ നല്ല അടിപൊളി ക്രൗഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്രൗഡാവും ഫുള്ളി.
ഇവിടെ ഇങ്ങനത്തെ ഓരോ ഷോസാണ് ഫുള്ള്. ഓക്കെ, പിന്നെ കുറെ ഓപ്പൺ ഷോപ്സ് ഒക്കെ ഉണ്ട് ഇന്ന് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് റേറ്റ് കുറവാണെന്ന് തോന്നുന്നത്. റേറ്റ് കുറവായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഷോപ്സ് വെക്കാറുള്ളത്. എന്തായാലും നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഇങ്ങാട് കയറി കഴിയുമ്പോൾ വേറെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഡാവിന്റെ അടുത്ത് ചോദിച്ചേക്കട്ടെ ഒന്ന് എന്താ സംഭവം ചോദിച്ചിട്ട് പറയാ. വരക്കണേണ്, പക്ഷെ എന്തോ വെറൈറ്റി പരിപാടിയാണ്. കൊള്ളാം, വെറൈറ്റി നൈസാണ്. ഞാനിപ്പോ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇതെല്ലാം പുള്ളി ഒരു മരത്തിന്റെ ബോർഡിൽ സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം റെഡി ആക്കിയിട്ട് പുള്ളി നേരെ ഈ ചെയ്തേക്കണൊക്കെ കണ്ട അതൊക്കെ നേരെ എന്തിനാ ക്ലെയിന് സെറ്റ് ചെയ്യണേ. ക്ലെയിന് റെഡിയാക്കി എടുത്തിട്ട് പുള്ളി അതുമേൽ ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കണേ. എന്ത് ഒറിജിനൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക റിയാലിറ്റി. ഇത് രസം കാണാനല്ല. നോക്കി കൊള്ളാം പുള്ളിയുടെ വർക്കൊക്കെ കേട്ടാ, നൈസ് വർക്ക്സ്. കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ എന്തോ പരിപാടി ചെയ്യാന്ന് തോന്നി. കണ്ട എന്തോ ചെറിയൊരു സ്റ്റേഡിയം സെറ്റപ്പ് ആറ്റേ എല്ലാവരും ഡാൻസൊക്കെ കളിക്കണ്ട്. എന്താന്നാവും കണ്ട എന്താ പരിപാടി മനസ്സിലായുള്ള ഉള്ള ഏതായാലും എന്താ പരിപാടി ഇതാവും. എന്തോ സ്റ്റേഡിയം പോലത്തെ സെറ്റപ്പാ. ഇവിടത്തെ നമ്മതേ വേറൊരു വഴി കൂടി ഇപ്പം ഡൈവേർട്ട് ചെയ്ത് കയറിയിട്ടാ. അപ്പോഴേക്കും ഞാൻ കണ്ടാണ് ഇവിടെ ഒരു കിടിലന് ഒരു വലിയൊരു ആർച്ചും. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കണ്ട എല്ലായിടത്തും ഇതുപോലെ കണ്ട ഈ വിൻഡോസ് കയറിയിരിക്കണേ ഭയങ്കര സംഭവമാണ്. എല്ലായിടത്തും ഉണ്ടാവും, പല കളറിലായിക്കോട്ടെ. ഇപ്പം ഇവിടെയൊക്കെ പച്ച, അങ്ങാട് മാറി കഴിഞ്ഞാൽ അവിടെയൊക്കെ കണ്ട നീല, ഇങ്ങനെ പല കളറിലുണ്ടാവും ഇവിടെ. എന്തായാലും കൊള്ള ഇഷ്ടംമാതിരി വ്യൂ ഉണ്ട്. എന്തായാലും എന്തേലൊക്കെ കഴിക്കണേന് നൈസായിട്ട് നല്ല വിശപ്പുണ്ട്. നോക്കട്ടെ. എനിക്ക് തോന്നണേ ഫുള്ള് ഫുഡ് സ്ട്രീറ്റ്സ് ആണെന്ന് തോന്നുന്നു. കണ്ട എല്ലായിടത്തും കണ്ട ഫുഡിൻ്റെ ഒക്കെ മാത്രം കുറേ ഏരിയയിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം, വിശന്നിട്ട് വയ്യ. നൈസായിട്ട് നോക്കണേന് ഒരു കട തപ്പി കിടക്കണേന്. എന്തായാലും നോക്കട്ടെ. അറ്റത്ത് കണ്ട, അറ്റത്ത് കടലാണ്. നൈസായിട്ട് എന്തായാലും ഒരു കട തപ്പട്ടെ. നമ്മ അങ്ങനെ അവിടെ നിന്ന് മാറിയ വേറൊരു ഫുഡ് സ്ട്രീറ്റ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊള്ളാട്ട്, അത്യാവശ്യം നൈസ് ഒരു പ്ലേസ് ആണ്. കൊള്ള സെറ്റ്. എന്തായാലും ഇങ്ങോട്ട് നിന്ന് ഇറങ്ങി നോക്കാം. അപ്പൊ അതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കഴിച്ചിട്ടൊക്കെ കാണാം.
അല്ലേ ചേട്ടാ? ചമരപ്പാ ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതൊരു വലിയ സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ 2 കമ്പനിക്കാരും കൂടി ഞങ്ങൾ 3 പേരും ഒന്നിച്ച് കുറേ നാളത്തെ പഠനത്തിന് ശേഷമാണ് ഞങ്ങൾ നൈസായിട്ട് പേപ്പർ റെഡിയാക്കിയത്. പേപ്പർ വെക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയത്. പക്ഷെ ഞങ്ങൾ അതിന് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു 3 പേര്. പക്ഷേ ഞാൻ, അഭിജിത്ത്, നന്ദു ഞങ്ങൾ 3 പേരെ ഒന്നിച്ച് വെക്കാൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചാൽ. പക്ഷെ നന്ദുവിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചപ്പോഴേക്കൊന്നും റെഡി ആയില്ലായിരുന്നു. ഫസ്റ്റ് പെർമിഷൻ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാനും പിന്നെ അഭിജിത്തും കൂടി പേപ്പർ വെച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അഭിജിത്ത് ഒന്ന് പേപ്പർ മാറ്റേണ്ട വന്നു. മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അഭിജിത്തിന് ഫുൾ റീഫണ്ട് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് റീഫണ്ടും കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവൻ സിനിമ ഫീൽഡ് എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ അവനൊരു ഷോപ്പ് ഇട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഇട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ ഒരു കൂട്ടുകാരനൊപ്പം തന്നെ കയറി പോകുന്നു. കൂട്ടുകാരനൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഏജൻസി എന്ന് പറഞ്ഞാൽ പക്ക എന്ന് പറഞ്ഞാൽ അഭിജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കമ്പനി ആണ്. പക്ഷെ ഞങ്ങൾ കമ്പനിയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഫുൾ കമ്പനി ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും. പക്ക ജെന്യുവിനാണ് അവർ. എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഇന്ന് എല്ലാം പറഞ്ഞ് നല്ല ക്ലിയർ ആക്കി തന്നെ ഇരുന്നു നമുക്ക്. ആ ഏജൻസിയുടെ പേരെന്ന് വെച്ചാൽ IH എന്നാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇട്ടേക്കാം. ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇപ്പം ഇവിടെയും ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് മതി. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് വിസ ആണെങ്കിലും സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്ത് മതി. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ തന്നെയും ഉണ്ട് കേട്ടോ ചമ്മര്. ഇവിടെ പുറത്ത്, ഈ വല്ലയുടെ പുറത്ത് തന്നെ, ഈ ഗേറ്റിന്റെ പുറത്ത് തന്നെയുണ്ട്. ഇവിടെ തന്നെ ഇവിടെയും കുറെ കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും കേട്ടോ. ഇവിടെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടും ഇവിടെയും. മെയിൻ ആയിട്ടുള്ള ഇവിടെയുള്ള സാധനമാണ് പാസ്തീസ എന്ന് പറഞ്ഞ സാധനം. അതാണ് അവരുടെ ട്രഡീഷണൽ ഫുഡ്. ആ സാധനം എല്ലാം ഇവിടെ കിട്ടും, എല്ലാ ഷോപ്പിലും കിട്ടുവേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വ്ലോഗ് അത്യാവശ്യം കഴിഞ്ഞിപ്പാ. എന്തായാലും ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.